സൗദിയിൽ മലിനജലം ശുദ്ധീകരിച്ചോ അല്ലാതെയോ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കി. നിയമം ലംഘിക്കുന്നവർ പിഴയടക്കം കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും. പരിസ്ഥിതി ജല കാർഷിക മന്ത്രാലയത്തിൻ്റെതാണ് അറിയിപ്പ്. നിർമ്മാണ മേഖല, കൃഷി, ഡൈ ആൻഡ് വാഷിംഗ് യൂണിറ്റുകൾ പോലുള്ള ചെറുകിട വ്യവസായങ്ങൾ, ടാങ്കർ, വെള്ളവിതരണം തുടങ്ങിയ മേഖലയിലുള്ള സ്ഥാപനങ്ങളാണ് പ്രധാനമായും മലിനജലം ശുദ്ധീകരിച്ചോ അല്ലാതെയോ ഉപയോഗിക്കുന്നത്. പ്രധാനമായും പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കിയത് ഇത്തരം വ്യവസായ സ്ഥാപനങ്ങൾക്കായാണ്. പുതുക്കിയ ചട്ടങ്ങൾ ഇപ്രകാരമാണ്. ശുദ്ധീകരിക്കാത്ത പഴജലം ഉപയോഗിക്കരുത്. ശുദ്ധീകരിച്ച ജലം ഉപയോഗിക്കുമ്പോൾ മന്ത്രാലയം നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കണം. ശുദ്ധീകരിക്കാത്ത മലിനജലം പരിസ്ഥിതിയിൽ നേരിട്ട് ഒഴുക്കരുത്. ജലശുദ്ധീകരണശാലകൾക്കോ ഇത്തരം ജലം ഉപയോഗിക്കുന്ന പ്രദേശത്തിന് സമീപമുള്ള കിണറുകളിൽ നിന്നോ മറ്റോ വെള്ളം നേരിട്ട് ഉപയോഗിക്കരുത് തുടങ്ങിയവയാണവ. ശുദ്ധീകരിക്കാത്ത മലിനജലം ഉപയോഗിക്കുന്നവർക്ക് 4 ലക്ഷം മുതൽ 6 ലക്ഷം റിയാൽ വരെ പിഴ ലഭിക്കും. ശുദ്ധീകരിച്ച മലിനജലം കുടിവെള്ളമായി ഉപയോഗിച്ചാൽ 3 ലക്ഷം റിയാലാണ് പിഴ. വീട്ടുപയോഗം, ഭക്ഷണ സംസ്കരണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നവർക്ക് 2 ലക്ഷം മുതൽ 3 ലക്ഷം റിയാൽ വരെ പിഴ ലഭിക്കും. കുടിവെള്ള നിർമ്മാണത്തിനായി ശുദ്ധീകരിച്ച മലിനജലം ഉപയോഗിക്കുന്നവർ 1 ലക്ഷം മുതൽ 2 ലക്ഷം റിയാൽ വരെ പിഴ ഒടുക്കേണ്ടി വരും. പാഴ്ജല ശുദ്ധീകരണ കേന്ദ്രത്തിന് സമീപമുള്ള കിണറുകളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നവർ 3 മാസത്തിലൊരിക്കൽ അംഗീകൃത ലാബിൽ രാസപരിശോധനയും ജൈവ പരിശോധനയും പൂർത്തിയാക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.